ഇത് കഴിക്കാനൊക്കെ ആര് വരും? ഇതെല്ലാം സാപ്പിടறதுக்கு ആളെല്ലാം വരുവാங்க. ലക്ഷ്മി ബാലസുബ്രഹ്മണ്യ ചേച്ചി എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നീ മിണ്ടാതിരുന്നില്ലയോ? உங்களுக்கு സർപ്രൈസ് കൊടുക്കലാന്ന് നിனைச்சேன். ഇവിടുത്തെ അകത്തളങ്ങളില് ഇതെല്ലാം കഥകൾ ഒളിച്ചു കിടപ്പണമെന്ന് അറിയൂ. ഗംഗേപുരത്തിലെ വീട്ടിലെ ഒരു മുറി ഇറക്കില്ല, അതിനേക്കാളും വലിയ കഥകള് ഉറങ്ങിക്കിടപ്പുണ്ട്. அந்த கதை சொல்ல முடியுமா? താൻ പേടിക്കും. ഒരു ചെറിയ ഹൊറർ സെറ്റപ്പ് വരുന്നുണ്ട് ക്ലൈമാക്സിൽ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. അതൊരു കോമഡി പ്ലസ് ഹൊറർ എന്നുള്ള ഒരു രീതിയിലേക്ക് അവസാനം പോകുന്നുണ്ട്. അതൊരു വെറൈറ്റി അല്ല, ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു രസം എപ്പിസോഡിൽ വരുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ലക്ഷ്മി എന്നുള്ള ക്യാരക്ടർ വരുന്ന കേശുവിന് ഒരു പേരായതിന് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം മെർലിനാണ് എനിക്ക് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേശുവിന്. അപ്പം പുള്ളിക്കാരി വരുന്നതിലോട് എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ അധികം എപ്പിസോഡിലോ കാര്യങ്ങളൊന്നുമില്ല. ലച്ചു ഇല്ല, പിന്നെ ശിവയില്ല. അപ്പം ഇവരെ ലച്ചു ഒരു ട്രിപ്പിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ലച്ചു ഇപ്പം എപ്പിസോഡിൽ വരാത്ത. എന്തായാലും പുള്ളിക്കാരി ഒരു അടുത്ത 2-3 എപ്പിസോഡുകളുള്ളിൽ തന്നെ എന്തായാലും പുള്ളിക്കാരി എത്തുന്നതാണ് ഇപ്പം കിട്ടിയൊരു ഇൻഫർമേഷൻ. എന്തായാലും ഒരു കുഴപ്പമില്ലാത്തൊരു എപ്പിസോഡ് തന്നെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡെന്ന് തോന്നുന്നു.